morning, DS. How are you? Hope you all are fine. നമ്മൾ mcom സെക്കൻഡ് സെമ്മിലെ സിലബിയിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിലൊന്നാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും, നമ്മൾ ഇന്ന് വരെ കേട്ട് പരിചയമില്ലാത്തൊരു പുതിയൊരു ടേമാണ് അല്ലെങ്കിൽ പുതിയൊരു ഡിസിപ്ലിനാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. പല അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് ഉണ്ട്. ആ അക്കൗണ്ടിങ്ങിൻ്റെ ഉള്ളത്തെ സബ്ജക്റ്റിലായാലും നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റാണ്, ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മെഷർ ചെയ്യുക, എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. Throughput accounting is a principle-based and simplified management accounting approach that provides managers with decision support information for enterprise profitability improvement. ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അപ്രോച്ച് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ്, മാർജിനൽ കോസ്റ്റിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് മാനേജ്മെൻറ്റിന് വേരിയസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർജിൻ അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ട്. നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ ഈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് ഇക്വേഷൻ. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ആ ഓൾ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ബ്രോഡ് കോൺസെപ്റ്റിനെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന ചെറിയൊരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് ആയിട്ട്, പ്യൂർലി വേരിയബിൾ കോസ്റ്റ് ആയിട്ട് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് എന്നാണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഇതിൽ നമ്മളൊരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൺസ്ട്രെയിൻ ചെയ്യുന്ന, ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടറാണ് ബോട്ടിൽ നെക്ക് ഫാക്ടർ എന്ന് പറയുക. ആ ബോട്ടിൽ നെക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്തിട്ട് ആ കൺസ്ട്രെയിൻസിനെ ഓവർകം ചെയ്തിട്ട് കമ്പനീൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് ചുരുക്കി പറഞ്ഞാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് എന്നാണ്. സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റിങ്ങും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റിങ് നമ്മൾ കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ ആ വേരിയബിൾ കോസ്റ്റിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് ഫാക്ടറി ഓവർ ഹെഡൊക്കെ ഇൻക്ലൂഡഡാണ്. പക്ഷേ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് എന്നുള്ള ആ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമ്മൾ വേരിയബിൾ കോസ്റ്റായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റാണ് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ പോയിൻ്റ് ആക്കിയിട്ട് ഏറ്റവും ബ്രീഫാക്കി പറഞ്ഞത് ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ടെക്നിക് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ദാൻ ദ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ടെക്നിക്കാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓൺലി ട്രൂലി വേരിയബിൾ കോസ്റ്റ്സ് ആർ ചാർജ് ടു പ്രൊഡക്റ്റ്. ഈ ട്രൂലി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് കോസ്റ്റ് ഉണ്ട്, പീരിയോഡിക് കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ചില മെഷീൻ്റെ മെയിൻ്റനൻസ് ആയാലും ചില പീസ് റൈഡിൽ കൊടുക്കുന്ന സാലറി ഓർ വേജ് ആണെങ്കിൽ കൂടെ അതും ഒരു തരത്തിൽ പീരിയോഡിക് കോസ്റ്റാണ്. ആ പീരിയോഡിക് കോസ്റ്റുകളൊന്നും കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പ്യൂർലി വേരിയബിൾ കോസ്റ്റ് അല്ല. അപ്പോൾ പ്യൂർലി വേരിയബിൾ കോസ്റ്റ് അല്ലാത്ത പീരിയോഡിക് വേരിയബിൾ കോസ്റ്റിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പ്യൂർലി വേരിയബിൾ കോസ്റ്റിനെ മാത്രം നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ പരിഗണിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിരിക്കും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഒരു സെയിൽസ് റവന്യൂ മൈനസ് ട്രൂലി വേരിയബിൾ കോസ്റ്റ്. ദാറ്റ് മീൻസ് സെയിൽസ് റവന്യൂ മൈനസ് റോ മെറ്റീരിയൽ കോസ്റ്റ്. ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ത്രൂപുട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനാണ്, പ്രോഫിറ്റബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഡിസിഷൻസ് എടുക്കാനാണ്. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ, അല്ലെങ്കിൽ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ്. നമ്മൾ ആദ്യം എടുത്തുന്ന റിട്ടേൺ ഹവറിലാണ് എടുക്കുന്നതെങ്കിൽ കോസ്റ്റും സ്വാഭാവികമായിട്ടും ഹവറിലെടുക്കുക, റിട്ടേൺ മിനിറ്റിലാണെങ്കിൽ കോസ്റ്റും മിനിറ്റിലെടുക്കുക. അപ്പോൾ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ, അതായത് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു മണിക്കൂറിലെ റിട്ടേൺ. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കോൺട്രിബ്യൂഷനാണ്, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ. അതായത് സെയിൽസ് മൈനസ്
വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ റിട്ടേൺ പെർ ഹവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ ടൈം പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന ത്രൂപുട്ടും ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സമയവും അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കിട്ടും. പിന്നെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാനുള്ള അടുത്ത ഇക്വേഷനിൽ വീണ്ടും വരുന്നത് എന്താണ്, കോസ്റ്റ് പെർ ഫാക്ടറി ഹവറാണ്. ഈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റിനെ ടോട്ടൽ ടൈം അവൈലബിളിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ ഫാക്ടറി കോസ്റ്റിനെ ടോട്ടൽ ടൈം അവൈലബിളിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ കിട്ടും. അപ്പോൾ നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി ഹവറും കിട്ടി, കോസ്റ്റ് പെർ ഫാക്ടറി ഹവറും കിട്ടി. ഈ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ആണ് എന്ത്, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഒന്നിൻ്റെ മുകളിലേക്ക് പോയാൽ, അതായത് ഗ്രേറ്റർ ദാൻ 1 ആയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കമ്പനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനൊക്കെ കവർ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതാണ് ആ കമ്പനി, അതായത് കമ്പനി ഓർഗനൈസേഷൻ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അതിന് നേരെ ഓപ്പോസിറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, കമ്പനി ഓപ്പറേറ്റ് എക്സ്പെൻസ് കവർ ചെയ്യാതെ നഷ്ടത്തിലേക്കാണ്, അതായത് കമ്പനീൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോയിൽ ലെസ് ദാൻ 1 ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ വെച്ചിട്ട് കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. എ ബിസിനസ് മാനുഫാക്ചേഴ്സ് എ സിംഗിൾ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് സെൽസ് ഫോർ Rs 10 per unit. The material cost for each unit of product sold is 3. Total operating expense are 50,000 each month. Labor hours limited to 20,000 hours per month. Each unit of product takes 2 hours to assemble. Calculate ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്നാണ്. ഇവിടെ സെയിൽസ് പ്രൈസ് 10 ആണ്, മെറ്റീരിയൽ കോസ്റ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ 10 - 3 എന്നുള്ളത് 7 കിട്ടും. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 50,000 ആണ്. ലേബർ ഹവേഴ്സ് ലിമിറ്റ് 20,000 ആണ്. ഈച്ച് യൂണിറ്റ് പ്രൊഡക്റ്റ് ടേക്സ് 2 hours. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാണാൻ 2 ആസ്പെക്റ്റ് ഉള്ളത്. ഒന്നാം നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ പെർ ഹവർ കാണും. റിട്ടേൺ പെർ ഹവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. അതായത് 10 - 3 ഡിവൈഡ് ബൈ 2 = 3.5 കിട്ടും. രണ്ടാമത്തെ പിന്നെ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ ആണ്. അത് കാണാൻ ടോട്ടൽ കോസ്റ്റ് 50,000 ഡിവൈഡ് ബൈ ടോട്ടൽ ആക്ച്വൽ ടൈം, അതായത് 20,000. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 20,000 = 2.5 എന്ന് കിട്ടും. ഈ ആദ്യം കിട്ടിയ റിട്ടേൺ ഡിവൈഡ് ബൈ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 3.5 ഡിവൈഡ് ബൈ 2.5 ദാറ്റ് മീൻസ് 1.4. ഒന്നിൻ്റെ മുകളിലാണ് ഡെഫിനറ്റ്ലി ആ കമ്പനി പ്രോഫിറ്റാണ് അച്ചീവ് ചെയ്യുന്നത്, അതായത് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ ആണല്ലോ. നമ്മൾ ആദ്യം കാണുന്ന റിട്ടേൺ പെർ ഹവർ ആണ്. ഇവിടെ നമുക്ക് തന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൻ്റെ റിട്ടേൺ ആണ്. ദാറ്റ് മീൻസ് 10 - 3 സെല്ലിംഗ് പ്രൈസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് കിട്ടുമ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. ഈ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ, 2 മണിക്കൂറിനുള്ളത്. കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 2 മണിക്കൂർ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന 2 മണിക്കൂറിന് റിട്ടേൺ ആണ്. അത് 1 മണിക്കൂർ റിട്ടേൺ ആക്കണമെങ്കിൽ A ഡിവൈഡ് ബൈ 2 3.5 കിട്ടും. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് 50,000 ആണ് ടോട്ടൽ. ഒരു മാസം 50,000 രൂപയാണ് ചിലവ്. ടോട്ടൽ ഒരു മാസത്തെ ആകുള്ളത് അല്ലെങ്കിൽ ടോട്ടൽ ടൈം അവൈലബിൾ 20,000 ആണ്. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 20,000 = 2.5. അപ്പോൾ 3.5നെ 2.5 ഡിവൈഡ് ചെയ്യുമ്പോൾ 1.4 കിട്ടും. ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിനേക്കാൾ കൂടുതലാണ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് കമ്പനി എന്ന് പറയുന്നത്. അടുത്ത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പറഞ്ഞു, ത്രൂപുട്ട് അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ ഫോർ മൾട്ടി പ്രൊഡക്ട്സ് ആണ് ഞാൻ അടുത്തേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഇതിൽ 4 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റൈൽ, ഹെമറ്റൈറ്റിൽ, അങ്ങനെ 4 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. അതിന് സെയിൽസ് പ്രൈസ് ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഓപ്പറേഷൻ എക്സ്പെൻസ് ഉണ്ട്, ടൈം മിനിറ്റിൽ തന്നെ ടൈം ഉണ്ട്. അല്ല അടുത്തത്, ഇഫ് മെഷീൻ ഹവേഴ്സ് ആർ ലിമിറ്റഡ് ടു 5,000 ഹവേഴ്സ് ദെൻ സജസ്റ്റ് ദ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ വിച്ച് പ്രൊഡക്റ്റ് ഈസ് ഗിവിംഗ് മാക്സിമം ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ത്രൂ അക്കൗണ്ട് റേഷ്യോ. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ കൂടെ നമ്മൾ ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സെയിൽസും മെറ്റീരിയൽ കോസ്റ്റ് വന്നത്. അപ്പോൾ സെയിൽസ് നിന്ന് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്തിട്ട് ത്രൂപുട്ട് കാണാം. ത്രൂപുട്ട് കണ്ടെന്ന് റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ് നമുക്ക് കിട്ടും. അതായത് ത്രൂപുട്ടിനെ ഡിവൈഡ് ബൈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ടൈമിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺ പെർ ഫാക്ടറി ഹവർ കിട്ടും, റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ റിട്ടേൺ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ റിട്ടേൺ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ള ആർക്കാ, ലിമോതൈറ്റിനാണ്. അതായത് 7.5 റിട്ടേൺ ഉണ്ട്. ഒരു മിനിറ്റിൽ 7.5 റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുമായി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി കൺസിഡർ ചെയ്ത് റിട്ടേൺ പെർ കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമോതൈറ്റിൻ്റെ
ലിമോത്തൈറ്റിൻ്റെ റിട്ടേൺ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആവണം. കാരണം എന്താ വെച്ചാൽ കൂടുതൽ 400 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അവിടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമോത്തൈറ്റ് അല്ല കൂടുതൽ എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഗോതൈറ്റ് എന്ന് പറയുന്ന സാധനമാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോയിൽ കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടേണിനെപ്പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതായത് കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ. ഇവിടെ നമ്മൾ കണ്ടു നേരത്തെ റിട്ടേൺ മാത്രം നോക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന ലിമോത്തൈറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ വളരെയധികം നെഗറ്റീവ് റിസൾട്ടിലേക്ക് പോകുന്നത് കണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനും റിട്ടേണിനെയും ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ മൾട്ടി പ്രൊഡക്ട്സുമായി ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാണല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്പാരിസൺ, ഒരു പ്രൊഡക്റ്റിൻ്റെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത് ഒന്നിലധികം പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഏതാണ് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ സഹായിക്കുന്നത് ശരിക്കും മൾട്ടി പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഏതാണ് കൂടുതൽ പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കട്ടിങ് ഫിനിഷിങ് അതായത് 2 പ്രോസസ്സാണ് തന്നുള്ളത്. ഹവേഴ്സ് അവൈലബിൾ തന്നിട്ടുണ്ട്, ഹവേഴ്സ് നീഡ് ഒരു പ്രൊഡക്റ്റിന് ആവശ്യമായ സമയം തന്നിട്ടുണ്ട്, ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1000 മെറ്റീരിയൽ കോസ്റ്റ് 400. അതിൽ 3 ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഒന്നാമത്തെ ഔട്ട്സൈഡ് ഏജൻസീസ് വില്ലിംഗ് ടു ഡു ദ ഫിനിഷിംഗ് ഓപ്പറേഷൻ ഓഫ് എനി നമ്പർ ഓഫ് യൂണിറ്റ്സ് ബിറ്റ്വീൻ 5000 and 7000 at RS 400 per unit. അതായത് 400 രൂപയ്ക്ക് ഔട്ട്സൈഡ് ആയിട്ടൊരു കമ്പനി ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഔട്ട്സൈഡ് ഏജൻസി വില്ലിംഗ് ടു ഡു ദ കട്ടിംഗ് ഓപ്പറേഷൻ ഓഫ് 2000 യൂണിറ്റ്സ്, 200 രൂപയ്ക്ക് 2000 യൂണിറ്റ്സ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. അഡീഷണൽ എക്യുപ്മെൻറ്റ് ഓഫ് കട്ടിംഗ് ക്യാൻ ബി ബോട്ട് ഫോർ us 10 lakh to increase a cutting capacity by 50,000 hours with annual fixed cost increase by 2 lakh. 2 ലക്ഷം ഈ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 10 ലക്ഷം രൂപയുടെ ഒരു എക്യുപ്മെൻറ്റ് കൂടി നമുക്ക് കട്ടിംഗ് എക്യുപ്മെൻറ്റ് കൂടി വെക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെ നമ്മൾ റിക്വയർഡ് ആണ്, അതൊക്കെ ആവശ്യമുണ്ടെന്ന് കണ്ടെത്താനാണ് തന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ കട്ടിങ്ങും ഫിനിഷിങ്ങും 2 പ്രോസസ്സാണല്ലോ തന്നിട്ടുള്ളത്. ഈ നമുക്ക് തന്ന റിസോഴ്സ് ഉള്ളത് നമ്മളെ കമ്പനി അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട് എത്ര പ്രൊഡക്റ്റ് നമുക്ക് എത്ര പ്രൊഡക്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, എത്ര പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും ആദ്യം ചെക്ക് ചെയ്യുക. 50,000 ഹവേഴ്സാണ് നമുക്കുള്ളത് കട്ട് ചെയ്യാൻ. ഒരു സാധനം കട്ട് ചെയ്യാൻ 5 അവർ. അപ്പോൾ ഡെഫിനറ്റ്ലി 10,000 പ്രൊഡ്യൂസ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 10,000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം. ഫിനിഷിങ് പ്രൊഡക്റ്റ് ആക്കിയിട്ടാണെങ്കിൽ 60,000 ഹവേഴ്സാണ് നമുക്കുള്ളത്. 12 ഹവേഴ്സ് ഒന്നിനെടുക്കും, അതായത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി 12 ഹവേഴ്സ്. അപ്പോൾ 5,000 പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ ഇതിനെ മാക്സിമം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 5,000 പ്രൊഡക്റ്റാണല്ലോ. അതൊക്കെ അല്ലേ. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് 1000, മെറ്റീരിയൽ കോസ്റ്റ് 400. ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എഫ് 1000 - 400 600. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വേറൊരു കമ്പനി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കാണാനാണ്. അപ്പോൾ 600 രൂപയാണ് നമ്മളെ കോൺട്രിബ്യൂഷൻ. നമ്മൾ വേറൊരു കമ്പനി കൊടുക്കുന്നത് 400 രൂപയ്ക്കാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് 200 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ 5000 യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 5000 × 200 എന്ന് പറയുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപ നമുക്ക് എങ്ങനെ ചെയ്യും, അതുവഴി കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുക. അതായത് 600 രൂപയാണ് നമുക്കുള്ള കോൺട്രിബ്യൂഷൻ, 400 രൂപയ്ക്ക് വേറെ ആൾ ചെയ്തിടുന്നു. അപ്പോൾ 600 - 400 200 200 × 5000 = 10 lakh rupees നമുക്ക് എന്ത് കിട്ടും, ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ടീമിനെ ഏൽപ്പിക്കണം, ഔട്ട് സോഴ്സിനെ ഏൽപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം കട്ടിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എക്യുപ്മെൻറ്റ് വെക്കണമെന്നാണ്. ഈ രണ്ടിനും ഏകദേശം ഒരേ ആൻസറാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 10,000 യൂണിറ്റ് വരെ കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം 5,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കട്ടിങ് വേണ്ടിയിട്ട് ഔട്ട് സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമോ പുതിയ എക്യുപ്മെൻറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം തന്നെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡും തേർഡും തന്നെ വരുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എത്ര പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നോക്കുക, കോൺട്രിബ്യൂഷൻ കാണുക, ഔട്ട് സോഴ്സ് കൊടുക്കുന്ന എമൗണ്ട് കണ്ടിട്ട് അതിന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. പിന്നെ കട്ടിങ് കപ്പാസിറ്റി മാക്സിമം അല്ല, അണ്ടർ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒരു ഔട്ട് സോഴ്സോ അല്ലെങ്കിൽ പുതിയ എക്യുപ്മെൻറ്റിൻ്റെ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ. അടുത്ത് തിയറി ഓഫ് കൺസ്ട്രൈൻസ് എന്ന് പറയുന്ന സാധനം. തിയറി ഓഫ് കൺസ്ട്രൈൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ. ആ ലിമിറ്റിംഗ് ഫാക്ടറിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്യുക, അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മെഷർമെൻറ്റിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക,
തിയറി ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുക. ഈ കൺസ്ട്രൈൻറ്റ് എന്ന് പറഞ്ഞാലാണ് എന്താ പറയുക ആ ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ആ കൺസ്ട്രൈൻസിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ആ കൺസ്ട്രൈൻസിനെ ബോട്ടിൽ നെക്സ് എന്നാണ് പറയുക. ആ കൺസ്ട്രൈൻസിനെ ഫോക്കസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഇതെടുക്കലാണ് തിയറി ഓഫ് കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1980s ഗോൾഡ് റൈറ്റ് ആൻഡ് കോക്സ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഒപ്റ്റിമൈസ്ഡ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് വരുന്നത്. OPT, ഒപ്റ്റിമൈസ്ഡ് പ്രൊഡക്ഷൻ ടെക്നോളജി. OPT is based on the principle that the profits are expanded by increasing the throughput of the plant. ഈ OPT പറയുന്നത് നമ്മൾ കമ്പനീൻ്റെ പ്രോഫിറ്റ് എക്സ്പാൻഡ് ചെയ്യണം, ഡെഫിനറ്റ്ലി കമ്പനീൻ്റെ ത്രൂപുട്ട് കൂട്ടണം എന്നുള്ളതാണ്. ത്രൂപുട്ട് കൂട്ടിയാൽ മാത്രമേ കമ്പനീൻ്റെ പ്രോഫിറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ത്രൂപുട്ട് കൂട്ടണമെങ്കിൽ ആദ്യം ചെയ്യണം കമ്പനീൻ്റെ ബോട്ടിൽ നെക്ക് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫാക്ടർ, ആ കൺസ്ട്രൈൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ബോട്ടിൽ നെക്ക് ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. The process of maximizing profit when faced with bottlenecks and non-bottleneck operations is known as the theory of constraints. അതായത് നമ്മൾ കൺസ്ട്രെയിൻസ് എന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ കൺസ്ട്രെയിൻസിനെ ഓവർകം ചെയ്യുക, മെഷർ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസിന് 5 സ്റ്റെപ്സ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക്, ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയ് ദ ബോട്ടിൽ നെക്സ്, സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു ബി ദ ഡിസിഷൻ ഇൻ സ്റ്റെപ്പ് 2, എലവേറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്സ്. സ്റ്റെപ്പ് 5, ഇഫ് എ ന്യൂ കൺസ്ട്രെയിൻറ്റ് ഈസ് ബ്രോക്കൺ ഇൻ സ്റ്റെപ്പ് 4, ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 1 ബട്ട് do not let inertia become the system's new bottleneck. ഒന്നാമത്തെ ഐഡൻറ്റിഫൈ ദ സിസ്റ്റം ബോട്ടിൽ നെക്ക്. എന്താണ് നമ്മുടെ കമ്പനീൻ്റെ ബോട്ടിൽ നെക്ക് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ കട്ടിങ് ചെയ്യാൻ 2 ഹവർ വേണം, ഹീറ്റിങ്ങിന് 3 ഹവർ, അസംബ്ലിക്ക് 4 ഹവർ. ടോട്ടൽ ഹവേഴ്സ് അവൈലബിൾ 1,20,000, 2,20,000. അപ്പോൾ നമുക്ക് അപ്പം നമുക്ക് 50,000 യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 50,000 പ്രൊഡ്യൂസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ ഹവേഴ്സ് അവൈലബിൾ ഫോർ കട്ടിങ് 1 lakh ആണ്, ഹീറ്റിങ്ങിന് 1,20,000 ആണ്, അസംബ്ലിക്ക് 2,20,000 ആണ്. ഇപ്പോൾ ഈ 50,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് കട്ട് ചെയ്യാൻ എത്ര സമയം വരും? ഒരു ഹവറിൽ ഒരു യൂണിറ്റ് 2 ഹവറാണ്. അപ്പോൾ 50,000 യൂണിറ്റിന് 1 lakh. 50,000 യൂണിറ്റ് ഹീറ്റ് ചെയ്യണമെങ്കിൽ 1,50,000. 50,000 പോയിട്ട് അസംബിൾ ചെയ്യണമെങ്കിൽ 50 × 2 lakh. പക്ഷേ ഇവിടെ നമ്മൾ ടോട്ടൽ ഹവേഴ്സ് അവൈലബിൾ നോക്കുമ്പോൾ 1 lakh, 1,20,000, 2,20,000. ഇവിടെ ഹീറ്റിങ്ങിന് 30,000 ഹവർ ഷോർട്ടാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് അതാണ്. അതായത് ഹീറ്റിങ്ങിന് ആവശ്യമായ സമയമില്ല, ഷോർട്ട് ഓഫ് ടൈം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് ശരിക്കും ഈ കമ്പനീൻ്റെ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 30,000 ഷോർട്ട് അവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക്. രണ്ടാമത്തെ ഈ നമ്മൾ ഏതാണ് ബോട്ടിൽ നെക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തത് ഈ ബോട്ടിൽ നെക്ക് നമ്മൾ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അഥവാ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫുള്ള് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ കണ്ടെത്തിയിട്ട് അത് തിരുത്താനുള്ളതാണ് ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയിറ്റ്. എങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ നെക്കിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിസൈഡ് ഹൗ ടു എക്സ്പ്ലോയിറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക്. മൂന്നാമത്തെ സ്റ്റെപ്പ് സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ഡിസിഷൻസ് മെയ്ഡ് ഇൻ സ്റ്റെപ്പ് 2. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു, എങ്ങനെയൊക്കെ ബോട്ടിലൊക്കെ ഒഴിവാക്കാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത്. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്ലിക്കേഷനാണ്. സബോർഡിനേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ബോട്ടിലൊക്കെ എക്സ്പ്ലോയിറ്റ് ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ ഇതിൽ ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. നാലാമത് എലവേറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക്. ഇൻ ദ ഗോൾ അലക്സ് വാസ് ഇനീഷ്യലി കൺവിൻസ്ഡ് ദാറ്റ് വാസ് ന്യൂ. അതായത് നാലാമത്തെ സ്റ്റെപ്പിൽ എലവേറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു, അതായത് നമുക്ക് എങ്ങനെ നോക്കിയിട്ടും നമുക്ക് സിസ്റ്റംസിനെ ബോട്ടിൽ നെക്കിനെ ഒഴിവാക്കാൻ കഴിയുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, റീപ്ലേസ് ചെയ്യുക, പുതിയൊരു മെഷീനൊക്കെ വാങ്ങുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലവേറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക് എന്ന് പറയാം. പുതിയ മെഷീൻ റീപ്ലേസ് ചെയ്തിട്ടോ പുതിയ ലേബർ ഫോഴ്സിനെ കൂട്ടിയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ബോട്ടിൽ നെക്കിനെ ഒഴിവാക്കുന്നുള്ള എലവേറ്റ് ദ സിസ്റ്റംസ് ബോട്ടിൽ നെക്ക്.
ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കൺസ്ട്രെയിൻ നമ്മൾ സോൾവ് ചെയ്തു, പക്ഷേ വീണ്ടും നമ്മൾ സ്റ്റെപ്പ് 1 റിപ്പീറ്റ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. കാരണം തിരിച്ചു പോകുമ്പോൾ അവിടെ പുതിയൊരു കൺസ്ട്രെയിൻ്റെ പുതിയൊരു ബോട്ടിലൊക്കെ പുതിയതായിട്ട് ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് റിപ്പീറ്റേഷൻ ഓഫ് ദ സ്റ്റെപ്സ് ആണ് 5ാമത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കൺസ്ട്രെയിൻസ് കഴിഞ്ഞു വിചാരിച്ചാൽ ഇവിടെ നിൽക്കരുത്. വീണ്ടും നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ തിരിച്ചു പോകുമ്പോൾ പുതിയ കൺസ്ട്രെയിൻസ് കാണാം. അപ്പോൾ അതിനെ വീണ്ടും ഇതുപോലെ റെക്ടിഫൈ ചെയ്യാനുള്ള നീക്കങ്ങൾ എടുക്കുക. ഇതാണ് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഒന്നാമത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനകത്ത് ഹൗ ടു എക്സ്പ്ലോയിറ്റ്, സബോർഡിനേറ്റ് ചെയ്യുക, അതായത് എലവേറ്റ് ചെയ്യുക. 5ാമത് റിപ്പീറ്റേഷൻ ഓഫ് ദ സ്റ്റെപ്പ്. ഇതാണ് ത്രൂപുട്ട് റേഷ്യോ, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ബോട്ടിൽ നെക്കിനെ ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ആ പ്രോസസ്സിങ് ഈ ഫോക്കസ് ചെയ്യുന്ന 5 പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്താണെന്നുള്ളതൊക്കെയാണ്. തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ഈസ് ആൻ ഓർഗനൈസേഷൻ ചേഞ്ച് മെത്തേഡ് ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ പ്രോഫിറ്റ് ഇംപ്രൂവ്മെൻറ്റ്. ഈ ടോപ്പിനെ കുറിച്ചൊക്കെ വേറൊരാൾ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അടുത്ത ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറേ ആയി പറയുന്നു ബോട്ടിൽ നെക്ക്. എന്താണ് ബോട്ടിൽ നെക്ക്? ത്രൂപുട്ട് അക്കൗണ്ടിങ് ഈസ് എ ടൂൾ ഡെവലപ്ഡ് ഫ്രം തിയറി ഓഫ് കൺസ്ട്രെയിൻസ് വിച്ച് ഡീൽസ് വിത്ത് ബോട്ടിൽ നെക്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. തിയറി ഓഫ് കൺസ്ട്രെയിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ത്രൂപുട്ട് അക്കൗണ്ടിങ് ഉണ്ടാകുന്നത്. ഈ തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നത് എന്താണ്? ബോട്ടിൽ നെക്കിനെ കുറിച്ചാണ്. കാരണം എങ്ങനെ ബോട്ടിൽ നെക്ക് ഉണ്ടാകുന്നു, അതിനെങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയാണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പറയുന്നത്. അപ്പോൾ ബോട്ടിൽ നെക്സ് ആർ ദ റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. ഇറ്റ് മേ ബി എനിത്തിങ് ലൈക്ക് മാൻ, മെഷീൻ, മണി, ടൈം എക്സെട്ര. അതായത് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ മാക്സിമൈസേഷൻ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന, അപ്പോൾ ചിലപ്പോൾ മണി ആവാം, മെഷീൻ ആവാം, ലേബർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോട്ടിൽ നെക്ക്. ആ പേര് വരാനുള്ള കാരണം ബോട്ടിലിൻ്റെ നെക്ക്. അതായത് നമ്മളൊരു വാട്ടർ ബോട്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ നെക്ക് വളരെ ചെറുതേക്കാരം. അപ്പോൾ അതിലൂടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. കാരണം വാട്ടർ ബോട്ടിൽ എത്ര വീതി ഉണ്ടെങ്കിലും നെക്ക് ചെറുതേക്കാരം. അപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നത് ആ നെക്ക് വഴിയാണ്. അതായത് കുറച്ച് വെള്ളം അതിലൂടെ വരില്ല. ലിമിറ്റിംഗ് ഫാക്ടറാണ്. അതാണ് ഈ ബോട്ടിൽ നെക്ക് എന്നുള്ള പേരിൻ്റെ ഉദ്ദേശം. അതായത് നമുക്ക് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, പക്ഷെ നമുക്ക് കുറേ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ചിലപ്പം പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ മെഷീൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവില്ല, ചിലപ്പം ലേബർ ഫോഴ്സ് ഉണ്ടാവില്ല. അതിനെയാണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുക. അതാണ് ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന സാധനം. അത് ലാസ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് കോസ്റ്റിംഗ്. നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലെ ഒരു കോസ്റ്റിംഗ് ആണ്. നമ്മൾ കേട്ട് തഴമ്പിച്ച ട്രഡീഷണൽ മെത്തേഡാണ്. അതും ത്രൂപുട്ട് കോസ്റ്റ് നമ്മൾ നടത്താൻ ഇവിടെ വ്യത്യാസം. ഒന്നാമതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അബ്സോർപ്ഷൻ കോസ്റ്റിന് വേരിയബിൾ കോസ്റ്റ് ഫുൾ എടുക്കും. അതായത് ഡയറക്റ്റ് ലേബർ എടുക്കും, ഡയറക്റ്റ് മെറ്റീരിയൽ എടുക്കും, ഫാക്ടറി ഓവർഹെഡ് ഒക്കെ എടുക്കും. പക്ഷേ എന്ത് ചെയ്യും, ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അടുത്തത്, ഇൻ ത്രൂപുട്ട് കോസ്റ്റിംഗ് ഓൾ കോസ്റ്റസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ട്രീറ്റഡ് ആസ് പീരിയോഡിക്. അതായത് ഈ അബ്സോർപ്ഷൻ കോസ്റ്റിൽ പീരിയോഡിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്ന 2 ടൈപ്പിൽ വേരിയബിൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. അതെല്ലാം വേരിയബിൾ കോസ്റ്റ്. പക്ഷേ ത്രൂപുട്ട് അക്കൗണ്ടിൽ വ്യക്തമായിട്ട് പീരിയോഡിക്കൽ വേരിയബിൾ കോസ്റ്റ് എന്നും അതുപോലെ പ്രോസസ് വേരിയബിൾ കോസ്റ്റും വ്യക്തമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിൽ പീരിയോഡിക്കൽ കോസ്റ്റിംഗ് എടുക്കില്ല. ത്രൂപുട്ട് അക്കൗണ്ടിൽ കംപ്ലീറ്റ്ലി ഇഗ്നോറാണ്. പ്രോസസ് കോസ്റ്റ് മാത്രം വേരിയബിൾ കോസ്റ്റ്, പ്രോസസ് കോസ്റ്റസ് മാത്രമേ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് ആയി കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓൺലി സെല്ലിംഗ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആർ ട്രീറ്റഡ് ആസ് പീരിയോഡിക് കോസ്റ്റ്. അത് നേരത്തെ പറഞ്ഞ തന്നെ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡിഫറൻസ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അൺസോൾഡ് സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് വാല്യൂഡ് അറ്റ് ദ ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റസ് ഇൻക്ലൂഡിംഗ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എക്സ്പെൻസ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിലേക്കാണ് പോകുന്നത്. അതായത് കോസ്റ്റസ് നോക്കുമ്പോൾ മിക്കവാറും വേരിയബിൾ കോസ്റ്റ് അല്ല, ട്രൂലി വേരിയബിൾ കോസ്റ്റ് മാത്രം ത്രൂപുട്ട് അക്കൗണ്ടിൽ എടുക്കുന്നു. മെറ്റീരിയൽ എല്ലാ വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യും. ഇതാണ് തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് അബ്സോർപ്ഷൻ കോസ്റ്റും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങൾ. എന്താണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. റിട്ടേൺ പെർ ഫാക്ടറി ഹവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി ഹവർ നമ്മൾ പറഞ്ഞു. എന്താണ് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു. ബോട്ടിൽ നെക്സ് പറഞ്ഞു. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റിനെ എങ്ങനെ കാണാം, മൾട്ടി പ്രൊഡക്റ്റിനെ എങ്ങനെ കാണാം എന്ന് നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ത്രൂപുട്ട് കോസ്റ്റും നമ്മൾ വ്യത്യാസം പറഞ്ഞു. ഇതാണ് ഒരു ഓവറോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള സംഭവം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.